ഒപ്പിട്ടാൽ ലക്ഷങ്ങൾ. പ്രത്യേകിച്ച് കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിലെ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു ടോക്കാണ് ഒപ്പിട്ടാൽ ലക്ഷങ്ങൾ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഈ ഒപ്പിട്ടാൽ ലക്ഷങ്ങൾ കിട്ടുമോ? ഈ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല ആൾക്കാർക്കും അറിയില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് ഒപ്പിന് ലക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെയുള്ള കൊമേഴ്സ് മേഖലയിൽ ഇതുപോലെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും കൂടിയുള്ള ഒരു മേഖലയാണ്. ആക്ച്വലി ഇതിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഏറ്റവും ഉപകാരപ്പെടുന്ന, ഏറ്റവും മിനിമം ടൈമിൽ ഏറ്റവും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കൊമേഴ്സ് പ്രൊഫഷണൽ മേഖല. അത് നിങ്ങൾ ഏത് കോഴ്സ് ആയാലും, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയാലും, കോസ്റ്റ് അക്കൗണ്ടൻസി ആയാലും, കമ്പനി സെക്രട്ടറിഷിപ്പ് ആയാലും, ACC ആയാലും, CMA USA ആയാലും, ഈ കോഴ്സ് നടത്തുന്ന ആൾക്കാർ കൃത്യമായിട്ട് അതിനൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പോവുകയും അതിൻ്റെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇതിനെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒപ്പിന് ലക്ഷങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഏതൊക്കെ കോഴ്സ് പഠിച്ച് പാസ്സായാലാണ് ഒപ്പിടാൻ വേണ്ടി പറ്റുക? ആ പാസ്സായത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഒപ്പിടാൻ വേണ്ടി പറ്റുമോ? ഒപ്പിടുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒപ്പിട്ട് പൈസ വാങ്ങിക്കൽ മാത്രമാണോ ഈ ജോലിയുടെ കാര്യം? അതിന് വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വരുമോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആയിരിക്കും വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ പേര് ഷബീർ അലി എന്നാണ്. ഞാനൊരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. അതേപോലെ എനിക്ക് കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ഒരാളും കൂടിയാണ്. ഒരു 15 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ ഒപ്പിടാൻ വേണ്ടി പറ്റും, ഏതൊക്കെ പേപ്പറിലാണ് ഒപ്പിടേണ്ടി വരിക, അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേറൊരു കാര്യം, ഈ ഒപ്പിട്ട് പൈസ വാങ്ങുക എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് സ്കോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒപ്പിടുന്നത് പലപ്പോഴും നമ്മുടെ സർക്കാർ സംബന്ധമായ പേപ്പറുകളിലാണ്. അതായത് ഒരു ബിസിനസ്സുകാരനോ കമ്പനിയോ സർക്കാരിന് എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മിക്കപ്പോഴും ഒരു പ്രാക്ടീസിങ് അക്കൗണ്ടൻറ്റിൻ്റെ, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻറ്റിനൊക്കെ ഒപ്പ് വേണ്ടി വരുന്നത്. അതല്ലാത്ത രീതിയിൽ തന്നെ കൊമേഴ്സ് പ്രൊഫഷണലായ ഒരാൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്ടർ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, GSTയിൽ എക്സ്പേർട്ട് ആവാം, ഇൻകം ടാക്സിൽ എക്സ്പേർട്ട് ആവാം, അങ്ങനെ തുടങ്ങി പ്രൊജക്ട് പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നല്ല റെമ്യൂണറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളും ഈ പറഞ്ഞ ഒപ്പിടുന്നതിൻ്റെ അപ്പുറത്തുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഏതൊക്കെ കോഴ്സ് പഠിച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചാലാണ് ഒപ്പിടാൻ പറ്റുക, അത് ഏതൊക്കെ ഒപ്പുകളായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് തരിക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഈ ഒപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒപ്പിന് ലക്ഷങ്ങൾ, ആക്ച്വലി ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒരു കോഴ്സ് പഠിച്ച ഉടനെ തന്നെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പെട്ടെന്ന് നിങ്ങളൊന്ന് ഒപ്പിട്ടതാ ഒരു 10 ലക്ഷം തരാമെന്നൊന്നും ആരും എന്ത് ചെയ്യാൻ പോകുന്നില്ല, പറയാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷനാണ്. എനിവേ, അത് അവിടെ വിട്ടേക്ക്. അപ്പോൾ ആർക്കാണ് ഒപ്പിടാൻ പറ്റുക? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് ഒപ്പിടണമെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ സൈൻ ചെയ്ത് സർക്കാരിന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ വേറൊരു സ്ഥലത്ത് എംപ്ലോയ്മെൻറ്റിന് കയറാതെ ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യണം? മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന CAയോ CMAയോ CSAയോ പാസ്സാവുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയും അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി എടുത്താൽ മാത്രമാണ് നമുക്ക് ഒപ്പിടാൻ വേണ്ടി പറ്റുന്നത്. അതിൽ തന്നെ മേജറായിട്ട് നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കാര്യം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, COP ഉള്ള ആൾക്കാർ ഇൻകം ടാക്സ് ഓഡിറ്റ് സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ടാവും. അതാണ് നമ്മുടെ കച്ചവട മേഖലയിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കച്ചവടക്കാരുള്ളത് കൊണ്ടും അവരുടെയൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചില കച്ചവടക്കാർക്കെങ്കിലും ഈ ഇൻകം ടാക്സ് ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറിയാണ്, നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് CAക്കാർക്ക് അതിന് ഒരു വർഷത്തിൽ ഒരു തവണ ഒപ്പിട്ട് പൈസ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഒരു ഒപ്പിന് സാധാരണ രീതിയിൽ ഇപ്പോൾ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ ഒപ്പിട്ടാൽ 1 ലക്ഷം 2 ലക്ഷം ഒന്നും ഫീസൊന്നും കിട്ടില്ല.
ഒരു 20,000 മുതൽ 30,000 രൂപ വരെയൊക്കെയാണ് ആവറേജ് ഒരു ഇൻകം ടാക്സ് ഓഡിറ്റിൻ്റെ സൈനിങ്ങിനൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ ആ ഒപ്പിട്ടത് കൊണ്ട് പൈസയും വാങ്ങിച്ച് പൊടിയും തട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ല. ആ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വന്നാൽ അതിനൊക്കെ ആര് ഉത്തരവാദിയും കൂടിയാണ്, ഈ സൈൻ ചെയ്ത് കൊടുക്കുന്ന ആൾ ഉത്തരവാദിയും കൂടിയാണ്. പിന്നെ നമ്മൾ വലിയ കമ്പനീൻ്റെയൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെയാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പം ഈ ലക്ഷങ്ങൾ കിട്ടും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നമ്മളെ ഒരു വലിയ കമ്പനി ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഇൻകം ടാക്സ് ഓഡിറ്റ് ഒപ്പിട്ട് തരണം എന്ന് പറയണമെങ്കിൽ മിനിമം നമുക്ക് കുറച്ച് കാലത്ത് ഒരു എക്സ്പീരിയൻസ് എങ്കിലും വേണ്ടേ? പിന്നെ നമുക്ക് ഈ ഒപ്പിടാൻ താങ്ങാനുള്ള ശേഷിയും കൂടി ഉണ്ടെങ്കിലല്ലേ ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ലക്ഷങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പം CA കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ CMAക്കാർക്ക് ഒപ്പിടാൻ പറ്റുന്നത് കോസ്റ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ്. അത് മറ്റുള്ള കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആർക്കും പറ്റില്ല. അത് CMA പാസ്സായി കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് കോസ്റ്റ് ഓഡിറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് കമ്പനി സെക്രട്ടറിയർക്ക് മാത്രമേ ഒപ്പിടാൻ പറ്റൂ. അതും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിന് പുറത്ത് നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് MCA എന്ന് പറയും, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അവരുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക കമ്പനികളും വർഷത്തിൽ കുറച്ച് ഫോമുകൾ എന്നുവെച്ചാൽ കുറച്ച് രേഖകൾ എന്ത് ചെയ്യണം, അവർക്ക് സമർപ്പിക്കണം. അതിൽ ചില പേപ്പേഴ്സൊക്കെ ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞ CAക്കാരോ CMAക്കാരോ CS എന്ത് ചെയ്യണം, സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ സൈൻ ചെയ്യുക എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വർഷത്തിൽ കൂടിപ്പോയാൽ ഒരു സ്ഥാപനത്തിന് മാക്സിമം പോയാൽ 4-5 തവണയാണ് ചെയ്യേണ്ടി വരിക. അതിനകത്ത് മേജറായിട്ട് വരുന്ന കാര്യം ഈ ഇൻകം ടാക്സ് ഓഡിറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഗുലർ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനി ഇന്ത്യയിൽ റൺ ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരു LLP റൺ ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടും ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനൊന്നും ഈ പറയുന്ന പോലെ ലക്ഷങ്ങൾ ഫീസ് കിട്ടാനുള്ള സാധ്യത നിലവിലില്ല. അപ്പോൾ ഫീസ് ഉണ്ട്, ഒപ്പിടുന്നതിന് പൈസ കിട്ടും, എല്ലാം കാര്യങ്ങളും സത്യമാണ്. പക്ഷേ ഈ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരണമെങ്കിൽ നമുക്ക് കുറച്ച് വർക്ക് എക്സ്പീരിയൻസും നമുക്ക് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പരിചയമൊക്കെ വേണം. അല്ലാതെ പരീക്ഷ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ഈ ഒപ്പിട്ട് ഈ പറഞ്ഞ 10 ലക്ഷം രൂപ ഉണ്ടാകുന്ന പറയുന്ന പരിപാടി പ്രാക്ടിക്കലി എന്തല്ല പോസിബിൾ അല്ല. അപ്പോൾ ഈ ഇന്ത്യയിൽ ഒപ്പിടാൻ പറ്റുന്ന 3 കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളും അതിൻ്റെ ഒപ്പിടാനുള്ള ഏകദേശം കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുണ്ടാവും, പേടിക്കേണ്ട. ഞാൻ താഴെ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കാം. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഒപ്പിടാൻ പറ്റുന്ന പേപ്പേഴ്സിൻ്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ല. ജനറലി വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഒരു ഔട്ട്ലൈൻ തന്നതാണ്. ഇനി ഒപ്പിട്ടിട്ട് പൈസ വാങ്ങിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ CA CMA CS ഈ പറഞ്ഞ 3 കോഴ്സും പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കാണ് പോകുന്നതെങ്കിൽ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയിലുള്ള അവർ തരുന്ന വർക്ക് എന്താണോ അത് ചെയ്തു കൊടുക്കുക. നമ്മൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പ്രാക്ടീസിങ് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മൾ റവന്യൂ ഉണ്ടാക്കുക. അത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് അതിനകത്ത് എന്തുണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഒരു കമ്പനിയിൽ നമ്മൾ ഈ പറഞ്ഞ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴിയോ അല്ലാതെയോ നമുക്കൊരു ജോലിയൊക്കെ കിട്ടിയാൽ ഒരു ഓൺ ആൻ ആവറേജ് ഒരു 7 lakh റുപ്പീസൊക്കെയാണ് ഒരു വർഷത്തെ ഒരു ആവറേജ് സാലറി ഒരു ഫ്രഷർക്ക് കിട്ടാവുന്നത്. ഇനി അതിൽ കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ട്, 30 ലക്ഷം 35 ലക്ഷം 40 ലക്ഷം ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എക്സെപ്ഷണൽ കേസാണ്, വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ സാധ്യതകളുള്ളൂ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലും മറ്റുള്ള ഏത് കോഴ്സ് പഠിച്ച് പാസ്സായാൽ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ഒരു ഫ്രഷർക്ക് സാലറി കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള കാര്യങ്ങൾ ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൽ ഇന്ത്യയിൽ 3 എണ്ണമാണെന്ന് പറഞ്ഞു. ഇനി CMA USA എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അതും ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇത് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒപ്പിടാൻ പറ്റുന്നതാണ്. ആദ്യം മനസ്സിലാക്കുക, CMA USA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് നമുക്ക് എവിടെയും സൈനിങ് അതോറിറ്റി ഇല്ല. അതൊരു വലിയൊരു ഫാക്റ്റാണ്. പക്ഷെ പല ആൾക്കാരും അത് മിസ്ലീഡഡ് ആണ്, തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അതേപോലെ ACCA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു പേപ്പറും സൈൻ ചെയ്ത് കൊടുത്താൽ ഗവൺമെൻറ് തലത്തിൽ അത് അംഗീകരിക്കപ്പെടുന്നില്ല. മേ ബി നമ്മുടെ സ്ഥാപനങ്ങൾ അംഗീകരിക്കും, ചിലപ്പോൾ കമ്പനീൻ്റെ ഡയറക്ടർ അംഗീകരിക്കും, നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ മാനേജ്മെൻറ്റൊക്കെ അംഗീകരിക്കുമായിരിക്കും. പക്ഷേ സർക്കാരിന് ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു അതോറിറ്റി നമുക്ക് നിലവിലില്ല. പിന്നെ ഇന്ത്യക്ക് പുറത്തെടുക്കുകയാണെങ്കിൽ ACCA പാസ്സായ ഒരാൾക്ക് ഇപ്പം UAE ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യത്തിന് സൈനിങ് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. ACCAയുടെ ബോഡി പറയുന്ന പല
എല്ലാ രാജ്യങ്ങളിലെങ്കിലും പല രാജ്യങ്ങളിലും നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി സ്റ്റാറ്റ്യൂട്ടറിയാണ്, സർക്കാർ സംബന്ധമായി നിയമങ്ങൾ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സർക്കാരിന് വേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് കൂടുതലും നമ്മൾ ഉന്നതിയിലേക്ക് നോക്കുന്നത്. പക്ഷേ ഒരു കമ്പനീനെ ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിൽ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്, കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ ബജറ്റ്, കമ്പനീൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ്, GST പോലെയുള്ള സംബന്ധമായ വിഷയങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജ്, പിന്നെ ഡാറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ ഇതിന് പുറമെ ഈ പറയുന്ന കൊമേഴ്സ് പ്രൊഫഷണലുകാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല സ്കില്ലും അത്യാവശ്യം പ്രസൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒരു കമ്മ്യൂണിക്കേഷൻ പവറും ഒക്കെ ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടി ഡീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ 7 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഏറ്റവും മിനിമം ഏണിംഗ് കപ്പാസിറ്റിയാണ്. 15 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷവും ഒക്കെയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനികൾ എന്ത് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. അപ്പോൾ വളരെ മിനിമം ഡ്യൂറേഷനിൽ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി ഒരു 3-4 വർഷം ഈ പറഞ്ഞ മേഖലയിൽ അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുകയും പരീക്ഷ പാസ്സാവുകയും അതിൻ്റെ കൂടെ വളരെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കുട്ടിയുടെ ഏണിംഗ് കപ്പാസിറ്റി എപ്പോഴും നല്ല സംഭവത്തിലായിരിക്കും. പക്ഷേ ഇതിനെ മിസ്ലീഡ് ചെയ്തിട്ട് ഈ കോഴ്സ് പാസ്സായ ലക്ഷങ്ങൾ, അപ്പോൾ കുട്ടി എന്ത് ചെയ്യും, കോഴ്സ് പാസ്സാവാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കും. പാസ്സായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അത്യാവശ്യം വേണ്ട സ്കില്ലുകളൊന്നും അക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം കുട്ടി എന്തായി പോകും, ഫൈനൽ എക്സാം കഴിയുമ്പോൾ സ്റ്റക്ക് ആവും. അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ചിലപ്പം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഗ്യാപ്പ് വന്നേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ എന്തായാലും ഒരു ഇൻ്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്യണ്ടേ. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലാത്ത ഒരാൾ ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എനിക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ആലോചിച്ച് നോക്കണം. പിന്നെ ഒപ്പിടാനുള്ള ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ആൾക്കാരെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ മേഖലയിലും പറയുന്ന കാര്യമാണ്. ഈ മേഖലയിലും ആ ഒരു വിടവുണ്ട്, സ്കില്ലുള്ള ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പോൾ സ്കില്ലുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ആർക്കും മടിയില്ല, കമ്പനികൾക്ക് മടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ സ്കിൽ അച്ചീവ് ചെയ്യുന്നതിന് പകരം എങ്ങനെയെങ്കിലും കണ്ണും പൂട്ടി കാണാപ്പാടം പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സായിട്ട് എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എനിക്ക് ലക്ഷങ്ങൾ ശമ്പളം കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ? പിന്നെ ഈ പറഞ്ഞ തുടക്കത്തിൽ കാണുന്ന കളർഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇതൊരു 2-3 കൊല്ലം കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുക. അതുവരെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പ്രാക്ടിക്കലി ഉപയോഗിക്കേണ്ട രീതിയിലൊക്കെ പഠിച്ചു പോവുകയും അത്യാവശ്യം വേണ്ട സ്കില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ്, ഇതിലേത് കോഴ്സ് ആയാലും, ഞാൻ കോഴ്സിൻ്റെ പേരൊന്നും പറയുന്നില്ല, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ ഏത് പഠിച്ചാലും മിനിമം അത്യാവശ്യം നമ്മുടെ കുടുംബത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള ഒരു വരുമാനം എന്തായാലും കിട്ടും. നമ്മുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി, നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതോടുകൂടി ഇതിനകത്ത് ഏർണിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഏറ്റവും മിനിമം ഡ്യൂറേഷനിൽ നല്ലൊരു പ്രൊഫഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കോഴ്സുകളൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ അറിയേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാതെ ഈ കോഴ്സിന് പോയിട്ട് തലവെക്കുകയും പിന്നെ 1-2 പരീക്ഷയൊക്കെ കഴിയുമ്പോൾ എന്നെ കൊണ്ട് ഇത് ആവുന്നില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തില്ല അർത്ഥമില്ല. കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പം കോഴ്സിൻ്റെ ഓതൻറ്റിക് സോഴ്സ് എന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ ഏത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒറ്റ വാക്കിൽ ഉത്തരം, പല ആൾക്കാരും ചോദിക്കുന്നത് അങ്ങനെയാണ്, ഈ കോഴ്സ് പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ, ഈ കോഴ്സ് പഠിച്ചാൽ എത്ര ശമ്പളം കിട്ടും, ഈ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ നടക്കും, ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഒരു ഗൈഡൻസ് തരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തൊരു തെറ്റിദ്ധാരണയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.